BJP ഈ ഒരു വിഷയത്തിൽ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ചർച്ചകൾ നടക്കുന്നുണ്ടാകണം, അല്ലെങ്കിൽ RSSൽ ചർച്ചകൾ നടക്കുന്നുണ്ടാകണം. അതുപോലെ തന്നെ കോൺഗ്രസിലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലും ഈ ചർച്ച തന്നെയാണ് നടക്കുന്നത്. മോദി കഴിഞ്ഞാൽ ആര്, അല്ലെങ്കിൽ മോദിക്ക് ശേഷം അമിത്ഷാ ആയിരിക്കുമോ, യോഗി ആയിരിക്കുമോ, ഇതൊക്കെയുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. അവരിൽ ആരാകും എന്നുള്ള കാര്യം അവർ ഇപ്പോഴും ചിന്തിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. അല്ല, അവരുടെ ഉള്ളിൽ അതൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ്. കാരണം ഈ കോൺഗ്രസ്സുകാരെ പോലെയോ അല്ലെങ്കിൽ CPM-കാരെ പോലെ അല്ല BJP-കാർ. അവർ 25 കൊല്ലത്തിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവർ ഇപ്പം ആലോചിച്ച് തീരുമാനിച്ച് റെഡിയാക്കി വെച്ചത്. അങ്ങ് അത്രയും ഒരു ദീർഘവീക്ഷണവും അതനുസരിച്ചുള്ള തയ്യാറെടുപ്പും നടത്താൻ കഴിവുള്ള ഒരു സംവിധാനമാണ് RSS, BJP അല്ല. RSSന്റെ ഒരു രാഷ്ട്രീയവൽകൃതമായ രൂപമാണ് BJP. സംഘ പരിവാറിൽപ്പെട്ട ഒരു രാഷ്ട്രീയ പരിവാരം, ഒരു പ്രധാനപ്പെട്ട ഒരു പരിവാരം എന്ന് പറയാം. പ്ലാൻ അവർക്കുണ്ട്. അവർക്ക് നേരത്തെ കൂട്ടി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഇത്രയും പഴക്കമുള്ള ഒരു സംഘടനയായിട്ട് കൂടി, അല്ലെങ്കിൽ ഇപ്പോൾ 100 വർഷം ആകുന്നു, അപ്പോൾ ഇത്രയും ഒരു പഴക്കമുള്ള സംഘടനയായിട്ട് കൂടി ഇത്രയും ശാസ്ത്രീയമായി ഏറ്റവും അഡ്വാൻസ്ഡ് ആയി അവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നു, അവർക്ക് നേരത്തെ ദീർഘവീക്ഷണത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതൊക്കെ മറ്റ് എല്ലാ സംവിധാനങ്ങളുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും അത് സാധിക്കുന്നില്ല. അതെ, അത് ശരിയാണ്. ഒരു പാർട്ടിയുടെ ഒരു ഇപ്പോഴത്തെ നിലക്കുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പൊസിഷൻ അത് വളരെ പ്രധാനമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സെൻട്രിസ്റ്റ് പാർട്ടി അതിൻ്റെ ശിഥിലമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതിലെ നേതാക്കന്മാർ പലരും മോഹഭംഗം വന്ന് രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോയോ, അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ ചേക്കേറുകയോ ചെയ്തു. KV തോമസ് മാഷിനെ പോലുള്ള ആളുകൾ CPM-ന്റെ കൂടാരത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ കപിൽ സിബലിനെ പോലുള്ള വ്യക്തികൾ, പ്രഗത്ഭരായ ആളുകളാണ്. അവർ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. എന്നിട്ട് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടിയിട്ട് രാജ്യസഭയിലേക്ക് ജയിക്കും. അപ്പോൾ പിന്നെ മമതാ ബാനർജിയെ പോലെ ശക്തിയായ ഒരു ഭരണാധികാരി ബംഗാളിൽ, അവർ കോൺഗ്രസുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർദാക്ഷിണ്യം ഒഴിവാക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മറുഭാഗത്ത് വളരെ ശക്തമായ ഒരു വിക്കറ്റിലാണ് മോഡി നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കൊന്നും പലരും ചോദിച്ചിട്ടുണ്ടാകും ഒരു കാര്യം. അദ്ദേഹം ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ, പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു സ്റ്റേച്ചറിലേക്ക് നരേന്ദ്രമോദി വളരും എന്ന്. ഇത്രയും കരുത്തനായ ഒരു നേതാവായി ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയെ കുറേ കൂടി ഉയരത്തിലേക്ക് ഫിക്സ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ലോകം തന്നെ ഉറ്റുനോക്കുന്ന നേതാവായി വളർന്നു. സോഷ്യൽ മീഡിയയെല്ലാം അദ്ദേഹം വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രചാരമുള്ള നേതാക്കളിൽ ഒരാളായി വളരുന്നു. അങ്ങനെ പടിപടിയായി അദ്ദേഹം വളരുകയായിരുന്നു. ഇന്ത്യക്കും അപ്പുറത്തേക്ക് ലോകം ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ സ്വാധീനം എത്തിക്കുവാൻ സാധിക്കുന്നു. ആ ഒരു നൈപുണ്യം ഉള്ള ഒരു നേതാവായി, കൈയടക്കമുള്ള ഒരു നേതാവായി, മെയ്വഴക്കമുള്ളൊരു നേതാവായി നരേന്ദ്രമോദി വളരുമെന്ന് 2014 അങ്ങ് കരുതിയിരുന്നു. കാരണം അമേരിക്ക പോലും അദ്ദേഹത്തിന് അന്ന് വിലക്കേർപ്പെടുത്തിയിരുന്നു. വിസ അനുവദിക്കുന്ന ഒരു പട്ടികയിലായിരുന്നില്ല അദ്ദേഹം ആദ്യം. അത് നമ്മൾ ഇത് ചരിത്രത്തിൽ നിന്നും മാറ്റിയെടുത്തിട്ട് മോഡിയെ നമ്മൾ വിശകലനം ചെയ്തു. മോഡി തീർച്ചയായിട്ടും ശക്തനായ ഒരു നേതാവാണ്, ശക്തനായ ഭരണാധികാരിയായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള സത്യമാണ്. 2001 അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് വന്ന ഒരു ആക്സിഡൻ്റൽ ചീഫ് മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഈ ഭുജിൽ കച്ചിലെ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. അതിനെ തുടർന്ന് ഒരുപാട് വീടുകൾ തകർന്നു, ഒരുപാട് ആളുകൾ മരിച്ചു. ജനുവരി 26 അതിനെ തുടർന്ന് അവിടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അന്നത്തെ ഗുജറാത്തിലെ BJP സർക്കാരിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അന്നത്തെ പ്രധാനപ്പെട്ട ശക്തനായ മുഖ്യമന്ത്രിയെ മാറ്റി കേശുഭായ് പട്ടേലിനെ മാറ്റിയിട്ടാണ് മോഡിയെ കൊണ്ടുവരുന്നത്. അന്ന് ആരും വിചാരിച്ചില്ല മോഡി ഇത്രയും ഒരു നിലയിലേക്ക് ഉയരും എന്നുള്ളത്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം എൻ്റെ കലാപം ഉണ്ടാകുന്നു. അദ്ദേഹം ഒരു വിവാദ പുരുഷനായിട്ട് മാറുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് പല കെട്ടുകഥകളും അല്ലെങ്കിൽ ഉള്ള കഥകളും ഒക്കെ പ്രചരിക്കുന്നു. ഇയാൾ വലിയ രക്തദാഹിയാണ് എന്ന രീതിയിലുള്ള ഒരു കരിവാരി പൂശലിന് അദ്ദേഹം വിധേയനാകും. പിന്നെ അതിൽ നിന്ന് അദ്ദേഹം മോചിതനായി ഒരു വികാസ പുരുഷൻ ആയിട്ട്, ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഐക്കണായിട്ട് മാറും. ഗർവി ഗുജറാത്ത് എന്നൊരു വലിയ ഐഡിയ കൊണ്ടു. ആ സമയത്ത് വ്യവസായികളും മറ്റ് മൂലധന ശക്തികളും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കും. അങ്ങനെ ഒരു പ്രത്യേക അവസരത്തിലാണ് പുള്ളി 2014 പ്രധാനമന്ത്രിയാകുന്നത്. പ്രധാനമന്ത്രി ആകുന്ന സമയത്ത് UPA സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം ഇവിടെ ഉണ്ട്. പൂഞ്ചി സ്പെക്ട്രം, കൽക്കരിപ്പാടം, കോമൺവെൽത്ത് ഗെയിംസ്, ഇങ്ങനെ ഒരുപാട് നിരവധി ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങളൊക്കെ കൊണ്ട് ഈ UPA സർക്കാർ തകരുകയാണ്. വലിയ വിജയത്തോടി നരേന്ദ്രമോദി വരുന്നു. അത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് മോഡി. പക്ഷെ ഒരിക്കലും ആ സ്ഥാനത്ത് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി അദ്ദേഹത്തിൻ്റെ അതോറിറ്റി ഭയങ്കരമായിട്ട് അവിടെ
പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് സത്യം.